വേദുട്ട അറിയോ? ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4 ഇന്നത്തെ എപ്പിസോഡിൽ അതിഥിയായി എത്തുന്നത് വൈറൽ ഗായകൻ വേദൂട്ടനാണ്. എങ്ങനെയാണ് പാടുന്നുള്ള മനസ്സിലായി. മുത്തച്ഛന്റെ പിറന്നാളിന് കിടിലൻ ഗാന വിരുന്നൊരുക്കിയ കുട്ടി കുറുമ്പനാണ് സോഷ്യൽ മീഡിയ നിറയെ. അലോ അലോ എന്ന് മൈക്ക് ടെസ്റ്റ് ചെയ്ത് ആലായാൽ തറവേണം എന്ന താളത്തിൽ പാടുന്ന 4 വയസ്സുകാരൻ. പാടുമ്പോഴൊക്കെ അറിയുന്ന വാക്കുകൾ വെച്ചിങ്ങനെ പാടാൻ ശ്രമിച്ചു. മക്കളെ മീനൂട്ടിക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കൊടു. ഒരു ചെറിയ കുട്ടി പാട്ടു പാടുന്നതിൽ എന്തു പ്രത്യേകത എന്ന് കരുതുന്നവരുമുണ്ടാകും. അവർക്കായി പറയട്ടെ, അമിഞ്ഞപ്പാൽ മധുരം നുണഞ്ഞ് കളിച്ചിരി നിറയേണ്ട കാലത്ത് ആശുപത്രികളോടും മരുന്നുകളോടും പടവെട്ടി പടുത്തുയർത്തിയതാണ് ഈ കുരുന്നു ജീവൻ. പേര് ജാദവേദ് കൃഷ്ണ. തൃശൂർ സ്വദേശിയും മാതൃഭൂമി ന്യൂസ് വിഷ്വൽ എഡിറ്ററുമായ വൈശാഖ് കൃഷ്ണൻ്റെയും മൃദുലയുടെയും മകനാണ് ജാദവേദ്. മലപ്പുറത്ത് വെച്ച് നടന്ന മൃദുലയുടെ അച്ഛൻ്റെ 70ാം പിറന്നാൾ ആഘോഷത്തിനിടയിൽ പാട്ടുപാടിയാണ് വൈറലായത്. ജാദവേദും പാട്ടും സോഷ്യൽ മീഡിയയിൽ ഹിറ്റായതൊന്നും വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. സുഹൃത്തുക്കളാണ് വൈശാഖിനെ വിളിച്ചറിയിച്ചത്. പാട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ സന്തോഷത്തിനോടൊപ്പം ജാദവേദിന്റെ ജീവിതയാത്ര അമ്മ പറയുകയാണ്. ജനനത്തിലെ ജാദവേദിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുച്ചുണ്ട് ഉണ്ടായിരുന്നതിനാൽ അത് കാരണമുള്ള ബുദ്ധിമുട്ടുകളാണ് എന്നാണ് ആദ്യം കരുതിയത്. മുച്ചുണ്ട് സർജറിക്കായുള്ള പരിശോധനകൾക്കിടയിലാണ് ഇടയ്ക്കിടെ എത്തുന്ന ശ്വാസതടസ്സം മുച്ചുണ്ടിൻ്റെ പ്രശ്നമല്ല എന്നും ഗുരുതരമായ ന്യൂറോ സംബന്ധിയായ രോഗമാണെന്നും ഡോക്ടർമാർ കണ്ടെത്തിയത്. ആശുപത്രിയും വീടുമെല്ലാം ഒന്നായ വർഷങ്ങൾ. ആദ്യ സർജറി കഴിയുമ്പോൾ കുഞ്ഞു വേദുവിന് വെറും 3.5 മാസമായിരുന്നു പ്രായം. സിസേറിയന് ശേഷം വിശ്രമം പോയിട്ട് കുഞ്ഞിനെ ഒന്ന് ലാളിക്കാൻ പോലും കഴിയാതിരുന്ന കെട്ടകാലം എങ്ങനെ കടന്നുവെന്ന് ഇപ്പോഴും അറിയില്ല മൃദുലയ്ക്ക്. ആശുപത്രിയിലെ കൂട്ടിരിപ്പോ അലച്ചിലോ ഒന്നും അവരെ ബാധിച്ചതേയില്ല. കോവിഡിന് മുൻപേ തന്നെ മാസ്കും സാനിറ്റൈസറും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരുന്നു. ചെറിയ കുഞ്ഞല്ലേ, സർജറി കഴിഞ്ഞ് 1 മാസത്തിന് മേലെ മുറുക്കി പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല. അത്രമേൽ ശ്രദ്ധയോടെ കരുതലോടെ വേണമായിരുന്നു നോക്കാൻ. മോൻ കമിഴ്ന്നു വീഴാൻ ശ്രമിക്കുന്ന സമയമാണ്, പക്ഷേ ഒന്ന് തിരിയുക പോലും ചെയ്യരുത് എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം. രാവും പകലും ഓരോരുത്തരും മാറി മാറി കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ നിൽക്കും. ആ സർജറി ചെയ്ത് മോൻ പൂർണ്ണ ആരോഗ്യവാനായതിനു ശേഷം 7ാം മാസത്തിലാണ് മുച്ചുണ്ടിൻ്റെ സർജറി നടത്തിയത്. ആശുപത്രിയും മരുന്നുകളും പ്രാർത്ഥനയും മാത്രമായിരുന്നു കൂട്ട്. ഇരു വീട്ടുകാർ തന്ന പിന്തുണയാണ് ഞങ്ങളെ പിടിച്ചു നിർത്തിയത്. സർജറിയും അസുഖങ്ങളുമെല്ലാം ശാരീരിക വളർച്ച അല്പം പതുക്കെ ആക്കിയിട്ടുണ്ട് എങ്കിലും കുറുമ്പുകാട്ടിയും കഥ പറഞ്ഞും ജീവിതത്തിലേക്ക് പിച്ച് വെക്കുകയാണ് ദേവൂട്ടൻ. 1 വയസ്സ് കഴിഞ്ഞപ്പോൾ തലയുറച്ചു. 3ാം വയസ്സിൽ നടന്നു തുടങ്ങി. വീടിനടുത്തെ പ്ലേ സ്കൂളിൽ ചേർത്തതോടെ ആളുകളോട് ഇടപെടാനുള്ള മടിയും ഇല്ലാതായി. ആദ്യമൊക്കെ നടക്കുമ്പോൾ വീഴുമോ, കുട്ടികൾ തട്ടുമോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു. എങ്കിലും ഇന്ന് ഡബിൾ സ്ട്രോങ് ആണ് വേദു. സംസാരിക്കാൻ സ്പീച്ച് തെറാപ്പി വേണ്ടിവരുമെന്ന് കരുതിയെങ്കിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവൻ സംസാരിച്ചു തുടങ്ങി. യൂട്യൂബ് നോക്കി 2.5 വയസ്സിലെ അക്ഷരങ്ങളും അക്കങ്ങളും പഠിച്ചു തുടങ്ങി. ഇന്ന് സംഗീതവും അക്ഷരവുമാണ് ദേവൂട്ടൻ്റെ ലോകം. കുഞ്ഞായിരിക്കുമ്പോഴേ വേദുവിന് പാട്ടുകൾ ഏറെ ഇഷ്ടമാണ്. ഈണത്തിൽ മൂളി തലയാട്ടി ആസ്വദിച്ച് എത്ര നേരം ഇരിക്കാനും ആള് റെഡി. സംഗീത അധ്യാപികയായ അമ്മൂമ്മ വാസന്തി വിജയകുമാർ പാടിയും പഠിപ്പിച്ചും കൊടുക്കുന്ന പാട്ടുകൾ ഹൃദ്യസ്ഥമാക്കും. യൂട്യൂബിൽ പാട്ടുകൾ കേട്ടുള്ള സ്വയപഠനവും വേറെ. പാട്ട് പാടിത്തരുവോ എന്ന ഒറ്റ ചോദ്യമേ വേണ്ടൂ. പാട്ടും മൈക്കും ഒരുപോലെ ജീവനായ വേദുക്കുട്ടൻ പാടിത്തുടങ്ങിയിരിക്കും. അതും 1ഉം 2ഉം വരെയല്ല, പാട്ട് മുഴുവൻ പാടിത്തരും. ഇനി വരിയെങ്ങാനും മറന്നാലോ, ഈണത്തിനൊത്ത് അറിയാവുന്ന പാട്ടുകൾ ചേർത്ത് സ്വന്തം വരിയങ്ങ് നിർമ്മിച്ചു കളയും. അവനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരിക്കുന്ന നാളുകളായിരുന്നു വൈശാഖിനും കുടുംബത്തിനും ഈ 4 വർഷവും. ഇന്ന് വേദു തെളിമയോടെ പാടുമ്പോൾ, കാലുറച്ച് നടക്കുമ്പോൾ പിന്നിട്ട വഴികളിലെ വേദനകളല്ല പ്രതീക്ഷകളാണ് കരുത്ത്. വൈറലായ വേദുക്കുട്ടൻ്റെ ഗാനം അന്ന് മന്ത്രി ശിവൻകുട്ടി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വേദുക്കുട്ടൻ എത്തിയിരിക്കുന്നത് ടോപ്പ് സിംഗർ സീസൺ 4 വേദിയിലേക്കാണ്.